നമ്മളുടെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഡീലേഴ്സ് വിളിക്കുമ്പോൾ എൻ്റെ പുള്ളിയുടെ ഒരു ദീപക്ക് നല്ലത് അറിയുള്ളൂ. ഓക്കെന്താ ജോലി? മോള് ബസ്സിൽ കയറി ആരെല്ലാം മുട്ടി വീഡിയോ എടുക്കും, രാത്രി ക്യാം ഓണാക്കി തുണി അഴിച്ചു കാണിക്കും, നല്ല റീച്ചും പൈസയും കിട്ടും. തിരക്കുള്ള ബസ്സിന്റെ അകത്ത് കയറിയതിന് ശേഷം ആണുങ്ങളുടെ അടുത്ത് പോയി നിൽക്കും. എന്നിട്ട് അവരുടെ ആ സാധനം ഒക്കെ അങ്ങോട്ട് മുട്ടിക്കും. മുട്ടിച്ചതിന് ശേഷം അവർ ആ ഒരു വീഡിയോ വളരെ സ്ലോ മോഷൻ ആയിട്ട് അങ്ങോട്ട് കാണിച്ചിട്ട് ആ വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ കൊലയ്ക്ക് കൊടുക്കുന്ന ആ ഒരു സമ്പ്രദായമാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഇതൊരു ട്രെൻഡാണ്. ഇതിന് പറയുന്ന പേരാണ് ഇൻസ്റ്റാഗ്രാം റീൽസ് ഇട്ട് വൈറലാകുന്ന ആ ഒരു സംഭവം. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ബലികേടായി പോയ ഒരു മനുഷ്യനാണ് ദീപക് എന്ന് പറയുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തെ കുറിച്ച് നിരവധി വാർത്തകൾ വരുന്നുണ്ട്. പാവം പിടിച്ച ഒരു മനുഷ്യൻ, നിഷ്കളങ്കനായിട്ടുള്ള ഒരു സൗമ്യനായ ഒരു മനുഷ്യനാണ് ഈ ദീപക് എന്ന് പറയുന്ന വ്യക്തി. ഇന്നലെ അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആയിരുന്നു, 17-ാം തീയതി. 18-ാം തീയതി അദ്ദേഹം ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു. അതിന് കാരണക്കാരി ഒരു ദരിദ്രവാസി, ഒരു പന്നം അവളാണ് ഒരു വീഡിയോ എടുത്തിട്ട് അവൾ അത് സോഷ്യൽ മീഡിയയിലൂടെ അവിടെ ഇൻസ്റ്റാഗ്രാമിലൂടെ വൈറലാകാൻ വേണ്ടി അവൾ വിട്ടു. അത് കഴിഞ്ഞതിന് ശേഷം അവൾ അതിനൊരു എക്സ്പ്ലനേഷനും കൊണ്ടുവന്നു. ഇത് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പിന്നെയും അങ്ങോട്ട് നാറ്റിക്കാൻ വേണ്ടി ഇട്ടു. ആദ്യത്തെ വീഡിയോ വന്നപ്പോൾ അദ്ദേഹം അത്ര മൈൻഡൊന്നും ചെയ്തില്ല. എന്നാൽ രണ്ടാമത്തെ വീഡിയോ വന്നപ്പോഴത്തേനും അദ്ദേഹത്തിന് അത് ഫേസ് ചെയ്യാനുള്ള ഒരു ത്രാണി ഇല്ലാതായി പോയി. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവസാനിപ്പിച്ചു. ഇവളെ കുറിച്ച് നാട്ടുകാർ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇവള് ഭർത്താവിനെയൊക്കെ ഉപേക്ഷിച്ച് ഇവളിങ്ങനെ കറക്കമാണ് ഇവിടെ പരിപാടി. അങ്ങനെ കറങ്ങുമ്പോൾ ഇവള് പല കാര്യങ്ങളും ഇതുപോലെ ചെയ്യും. അതിന് ഉദാഹരണമാണ് ഈ ഒരു വോയിസ്. കേട്ടു നോക്കൂ. പരിധി വിട്ടാട്ടെ നടന്നപ്പോ അങ്ങനെ ദുബായിൽ പോയി. നമ്മള് കേട്ടത് കാരണം ഞങ്ങളെ നമ്പറേനി, ഞങ്ങളെ വാർഡ് നമ്പറേനി, അരീക്കോട് പഞ്ചായത്ത് 16-ാം വാർഡ് നമ്പറേനി. അങ്ങനെ ഇവള് ദുബായിക്ക് പോയപ്പോ അന്ന് ഞങ്ങൾ പറഞ്ഞാണ് ഇവളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം, കാരണം ഇവളെ ഇത് പോക്ക് ശരിയല്ല എന്ന് പറഞ്ഞപ്പോ അന്ന് നമുക്ക് അരീക്കോട് പഞ്ചായത്തില് 8-9 ഇതിൽ നിൽക്കുകയാണ്. അപ്പൊ ഓള് പോയി കഴിഞ്ഞാൽ പിന്നെ എന്താവും, അവിടെ 8-8. അപ്പൊ പഞ്ചായത്ത് പ്രശ്നം അറിയാൻ സാധ്യതയുണ്ട്. അപ്പൊ ലാസ്റ്റ് ഒരു വർഷത്തിന്റെ ടൈമില് രാജിക്കത്ത് എഴുതി കൊടുത്തായിട്ട് ഓള് പോയി. അങ്ങനെ പിന്നീട് ഇവള് ദുബായിൽ നിന്ന് ഇടുന്ന ഓരോരോ വീഡിയോകൾ കണ്ടിട്ട് നാട്ടില് ആൾക്കാരൊക്കെ ഇങ്ങനെ, ഞാൻ ഒരു പ്രാവശ്യം നാട്ടിൽ പോയ ടൈമില് അവിടുത്തെ ഒരു ഏപ്പിക്കാര് എന്റെ വീഡിയോ കൊണ്ടായിട്ട് എനിക്ക് കൊണ്ടുവരുന്ന ആദ്യം ഇത് കണ്ടു സാധനം. ഞങ്ങളിതിന്റെ മുൻപ് തന്നെ പറഞ്ഞാണ് മെമ്പറെ ഇതാക്കാൻ. ഞാൻ പറഞ്ഞു എനിക്കറിയാം, സുജിത്തിന്റെ വീഡിയോ അല്ലേ, ഞാൻ കണ്ടതാണ്, ഞങ്ങൾക്കറിയാം കാര്യം, ഞങ്ങൾ പറഞ്ഞതാണ്, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പൊ എന്ന് പറഞ്ഞു. ഓള് രാജിക്കൂല. അങ്ങനെ ചുരുക്കി പറഞ്ഞ ഓളിപ്പോ ഉള്ളത് എന്ന് പറഞ്ഞാൽ നിലവിൽ ഉള്ള അവളെ അവസ്ഥ ഞങ്ങളവിടെ കെട്ടിക്കൊണ്ടെന്നാണ്. വടകരയുള്ളതാണ് ഓള് ഭർത്താവായിട്ടൊക്കെ തെറ്റി 6 മാസമായിട്ട് ഓളെ നാട്ടിലാണുള്ളത്, ഞങ്ങളവിടെ അല്ല. അങ്ങനെ രാജികത്ത് എഴുതി കൊടുത്ത് പോയി. ഒരു കൊല്ലം കഴിഞ്ഞാലേക്ക് ഓളെ മാപ്പിള കൊണ്ടുപോയിട്ട് രാജികത്ത് സെക്രട്ടറിക്ക് കൊടുത്ത് അതിൽ ഇവള് രാജികത്ത് സ്വീകരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് തോന്നി. ഓള് നേരെ സെക്രട്ടറിക്ക് വിളിച്ചു, ഞാൻ നാട്ടിലില്ലാതെ എന്റെ കത്ത് എങ്ങനെ നിങ്ങൾ സ്വീകരിക്കുക, ഞാൻ കേസ് കൊടുക്കും, പണി ഔട്ട് ആവുകൊണ്ട് പിൻവലിച്ചു പറഞ്ഞു. സെക്രട്ടറി അത് പിൻവലിച്ചു. കേട്ടല്ലോ നിങ്ങള്, ഭർത്താവുമായിട്ടൊക്കെ തെറ്റി ഇങ്ങനെ നടക്കുന്ന ഒരു സാധനമാണ്. എന്തായാലും ഇത് കാരണം ഒരു മനുഷ്യന്റെ ജീവൻ നശിപ്പിച്ചു. എത്ര പേരുടെ ഇതുപോലൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല. ഇനി വരും ദിവസങ്ങളിൽ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഇതിനെ എത്രയും പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്യണം. എന്തായാലും നാട്ടുകാർ കയറി മെഴുകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. സോഷ്യൽ മീഡിയയിലെല്ലാം ഈ പറയുന്ന ഇവക്കെതിരെയാണ് കഥകൾ. ഇവളുടെ റീച്ചിന് വേണ്ടി ഇതൊക്കെ ചെയ്തെങ്കിൽ ഇവിടെ ഇൻസ്റ്റാഗ്രാം സഹിതം പ്രൈവറ്റ് ആക്കിയിട്ട് അവൾ മുങ്ങി ഓടിയിട്ടുണ്ട്. ഇവളെയൊക്കെ പോയി സപ്പോർട്ട് ചെയ്യുന്ന കുറെ എണ്ണമുണ്ട്. ഇവക്ക് ഈ ഫോളോവേഴ്സ് പിന്നെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ചില എണ്ണം വന്നിട്ട് ഇവൾക്ക് സപ്പോർട്ടായിട്ട് എത്തുന്നു. ചില ഫെമിനിസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. അവളെയൊക്കെ എന്താ ചെയ്യേണ്ടത്? ഈ ഒരു സമയത്ത് ചില ഫെമിനിസ്റ്റുകൾ മൂത്തവരൊക്കെ, നല്ല നല്ല സ്ത്രീകളൊക്കെ ഈ പറയുന്ന ദീപകിന്റെ കൂടെയാണെങ്കിൽ ചിലതുങ്ങള് ഈ പറയുന്ന ഈ പെണ്ണിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലൊരാളാണ് ശ്രീലക്ഷ്മി അറക്കൽ. പുള്ളിക്കാരി പറയുന്നത്, നന്നായി, ഈ മരണത്തിലൂടെ എങ്കിലും ബസ്സിൽ ആക്രമിക്കപ്പെടുന്ന സ്ത്രീകൾക്ക് നീതി കിട്ടട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരി ആ ഒരു സംഭവമൊക്കെ എഴുതി കുറിച്ച് വെച്ചിരിക്കുന്നത്. എങ്ങനെ ഇരിക്കുന്നു? ഇങ്ങനെയുള്ളതിങ്ങൾക്കൊക്കെ തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കണം. ഈ ലെവലിൽ ചിന്തിക്കുന്നവങ്ങൾക്കൊക്കെ. ഇനി പുരുഷന്മാർ എന്താണ് ചെയ്യേണ്ടത്? ദേഹത്ത് മൊത്തം ക്യാമറ ഫിറ്റ് ചെയ്തുകൊണ്ട് ഇറങ്ങണോ? അല്ലെങ്കിൽ ദേഹത്തൊക്കെ എന്താ പറയാ മുള്ളുള്ള ഷർട്ട് വെച്ചോണ്ട് ഇറങ്ങണോ? എന്താണ് ചെയ്യേണ്ടത്? അതോടൊന്ന് പറഞ്ഞതാ. എന്തായാലും നിങ്ങൾ ഈ ഒരു ഒരു AI വീഡിയോ ഉണ്ട്, ഇതൊന്ന് കണ്ടു നോക്കിയേ. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇതൊന്ന് വ്യക്തമായി മാറും. മോക്കെന്താ ജോലി? മോള് ബസ്സിൽ കയറി ആരെല്ലാം മുട്ടി വീഡിയോ എടുക്കും, രാത്രി ക്യാം ഓണാക്കി തുണി അഴിച്ചു കാണിക്കും, നല്ല റീച്ചും പൈസയും കിട്ടും. അതെന്ത് ജോലിയാ? അതൊരു പുതിയ ജോലിയാ, ഇൻസ്റ്റാഗ്രാം വെടിയെന്ന് പറയും.
ഇതിൽ കൂടുതൽ മറുപടി ഇതിന് പറ്റുമോ? എന്തായാലും ഇത് ഉണ്ടാക്കി വിട്ടവൻ കൊള്ളാം. കാരണം ഇതൊക്കെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി കാണിക്കുന്ന തോന്നിവാസങ്ങളാണ് ഇതൊക്കെ. കഷ്ടമുണ്ട്, വളരെ കഷ്ടമുണ്ട്. എന്തായാലും ഈ പറയുന്ന ദീപക് ജോലി ചെയ്ത അവിടുത്തെ ആ ഒരു ഉടമസ്ഥൻ, അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊന്നും കേട്ടു നോക്കി. അദ്ദേഹം പോലും കരയുന്നുണ്ട്. ഒരു ഉടമസ്ഥൻ ഒരു തൊഴിലാളിയെ ഓർത്ത് കരയണമെങ്കിൽ ആ വ്യക്തി എത്ര നല്ലവനാണെന്നുള്ളത് നമുക്ക് ഇതിലൂടെ ചിന്തിക്കാം. ആ മനുഷ്യൻ അത്രമാത്രം നല്ലൊരു മനുഷ്യനായിരുന്നു എന്ന് ആ ഉടമസ്ഥനും പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ തുണി എടുത്തുകൊണ്ട് പോയ സമയത്താണ് ഈ യന്ത്രവള് ഒരു ബാഗും പിടിച്ചോണ്ട് പോയ മനുഷ്യൻ ആ ബാഗ് പൊക്കുന്ന സമയത്ത് ദേഹത്തൊന്ന് മുട്ടിയപ്പോ അവൾ കയറി നിന്ന് കൊടുക്കുന്നുണ്ട്, ഒന്നുകൂടെ മുട്ടിച്ചോ 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 എന്ന്. എന്നിട്ട് അവള് വീഡിയോ എടുത്തിട്ട് അവിടെ അപ്ലോഡ് ചെയ്തിട്ട് അവിടെ തോന്നിവാസം കൊണ്ട് എഴുതി വെക്കുന്നു. അവള് പറയുന്നു, ഈ ഓണർ പറയുന്ന കാര്യം കേട്ടു നോക്കി. വെള്ളിയാഴ്ച രാത്രി തന്നെ എനിക്കൊരാൾ ട്രിവാൻഡ്രം സൈഡിലൊരാൾ കമൻറ്റ് ചെയ്തു തന്നിട്ടുണ്ട്. അപ്പം എന്നോട് പറഞ്ഞു ഇങ്ങനെ ദീപക്കാണോ എന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് ദീപക്കാണ്. അപ്പോൾ അതിനകത്ത് ദീപക്കിൻ്റെ ഭാഗത്തൊരു തെറ്റില്ലെന്ന് ഞാൻ പുള്ളിയുടെ അടുത്ത് അപ്പം തന്നെ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞു രാത്രി ഒരു 11:15-നാണ് എനിക്ക് ആ ഫസ്റ്റ് ആളെ അയച്ചു തരുന്നത്. അപ്പോൾ ഞാൻ ആ സമയത്ത് വീട്ടിലായിരുന്നില്ല. അപ്പോൾ ഞാൻ ഒരു 12 മണിക്ക് വീട്ടിലെത്തി കഴിഞ്ഞ ശേഷം ഇങ്ങനെ കടന്നപ്പോൾ ഇങ്ങനെ കമൻസ് ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പം ആ കമൻസ് നോക്കിയ സമയത്ത് ഒത്തിരി പേര് ദീപകിൻ്റെ ഭാഗത്തൊരു കുറ്റം പറയുന്നില്ല. എല്ലാവരും ആ ഒരു പെൺകുട്ടീനെ പറ്റിയിട്ടേ പറയുന്നുള്ളൂ. അപ്പോൾ ഞാനൊരു 2:30 മണി വരെ കമൻസ് വായിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ അതിനകത്ത് കുറച്ച് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചു. ദീപകിനെ കാണിക്കണമല്ലോ. അപ്പം സാറ്റർഡേ പിന്നെ ഞാൻ ഉദ്ദേശിച്ചു ഫോണിൽ വിളിച്ചില്ല. വിളിച്ച് മീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിൽ കൂടെ നമ്മൾ സംസാരിക്കുമ്പോൾ ഏത് രീതിയിലാണ് പുള്ളി എടുക്കുന്നത് പറയാൻ പറ്റില്ലല്ലോ. അപ്പം വിളിച്ച് വരുത്തി കാര്യങ്ങളിരുന്ന് സംസാരിച്ചു. ഇങ്ങനെയാണ് ഇതിൻ്റെ ഭാഗത്തൊരു തെറ്റില്ല. അപ്പം നമ്മൾ എന്തെങ്കിലും കൗണ്ടറായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പം ഇങ്ങനെ സ്ക്രീൻഷോട്ടുകളൊക്കെ കാണിച്ചു കൊടുത്തു. ഇങ്ങനെയൊക്കെയാണ് എല്ലാവരും പറയുന്നതുകൊണ്ടൊന്നും പേടിക്കാനൊന്നുമില്ല, വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യണം. അപ്പോൾ ഞാൻ ഇടയ്ക്ക് എന്നെ കാണുക ആദ്യം വേണ്ടത്. കാരണം വെച്ചാൽ നമ്മൾ പറയുന്നത് ശരിയായിക്കൊള്ളുന്നില്ലല്ലോ. അപ്പോൾ അവർക്ക് എൻ്റെ നിയമപരമായ രീതിയിൽ എന്താണെന്നുള്ള അവർ പറഞ്ഞു തരുമല്ലോ. പോലീസ് സ്റ്റേഷനിൽ ഡയറക്റ്റ് നമ്മൾ പോയി കേസ് കൊടുക്കുകയാണോ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കൊടുത്താൽ മതിയോ, കോർട്ടിൽ കൊടുക്കുകയാണോ എന്നെല്ലാം അറിയില്ലല്ലോ. അപ്പം അത് ഞാൻ പൊക്കോളം അറിയുന്ന ആളുണ്ട്. അപ്പോൾ പുള്ളിയുടെ ഒരു കസിന് ഒരു അഡ്വക്കേറ്റ് ഉണ്ടെന്നാലും എനിക്കറിയാം. അപ്പം അങ്ങനെ പൊക്കോളം എന്നുള്ളതാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ വൈകിട്ട് ഞാൻ വിളിച്ചു, അഡ്വക്കേറ്റിനെ കണ്ടോ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു പുള്ളി ഇല്ല, സ്ഥലത്തില്ല, നാളെ ഞായറാഴ്ച രാവിലെ വരാൻ പറഞ്ഞിരുന്നാണ് പറഞ്ഞത്. പിന്നെ ഇവിടുന്ന് കോള് വരുമ്പോഴാണ്. എത്ര നാളായിട്ട് താങ്കളുടെ കൂടെ ഉണ്ട്? 7 വർഷത്തോളമായിട്ടുണ്ട്. പക്ഷേ നമ്മളുടെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഡീലേഴ്സ് വിളിക്കുമ്പോൾ എൻ്റെ പുള്ളിയുടെ ഒരു ദീപക് നല്ലത് അറിയുള്ളൂ. ഒരു ഉടമസ്ഥൻ കരയണമെങ്കിൽ, തൊഴിലാളി ഓർത്ത് കരയണമെങ്കിൽ അങ്ങനെ എത്രമാത്രം സങ്കടപ്പെടുന്നുണ്ടാവും. ഈ പറയുന്ന ദീപകിന്റെ അച്ഛനും അമ്മയും കരയുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടു. അവരുടെ മനം നൊന്ത് അവർ കരയുന്നത്. എന്റെ പൊന്നു പ്രേക്ഷകരെ, ഇവളെ പോലെയുള്ള ഇതുങ്ങളെയൊക്കെ എന്താ ചെയ്യേണ്ടത്? അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറെ എണ്ണം കൂടെ ഇറങ്ങുന്നുണ്ട്. നിങ്ങൾ ഒരു കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇന്ന് ദീപക് മരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തെ കൊണ്ടിട്ട് നിയമത്തിന്റെ മുമ്പിലിട്ട് വലിച്ച് കീറി ഇല്ലാക്കൊല ചെയ്തേനെ, ഇല്ലേ? അദ്ദേഹം തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിലും തെറ്റുകാരനാണെന്ന് വരുത്തി തീർത്ത് അദ്ദേഹത്തെ ജയിലിൽ അടച്ചേനെ. അതാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ പുരുഷന്മാർക്ക് രക്ഷയില്ല. ആ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് വളരെ ദയനീയ അവസ്ഥയാണ്. എന്തായാലും ഇതോടെ നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ ഈ പറയുന്ന മാതാവും പിതാവും പറയുന്ന കാര്യങ്ങൾ. കാര്യങ്ങൾ കംപ്ലീറ്റ് എന്റെ മോനാ നോക്കണത്. ഒരു കാര്യത്തിന് പറഞ്ഞേക്കില്ല. എന്റെ മോനെല്ലാ കാര്യങ്ങളും ചെയ്യണത്. ഇനി എനിക്ക് ആരുണ്ട്? എനിക്ക് എന്റെ കുട്ടീന്റെ അടുത്തേക്ക് പോയാൽ മാത്രം മതി. എനിക്ക് ദിവാരൊന്നും വേണ്ടേ. ആർക്കും നീ കൊടുക്കട്ടെ, ആർക്കും അങ്ങനത്തെ രോഗം ആർക്കും കൊടുക്കട്ടെ. അയ്യോ, അവനെങ്ങനെ നീ സഹിക്കണതൊക്കെ ഇതിക്ക് സഹിക്കാൻ കഴിയില്ലല്ലോ. എനിക്ക് സഹിക്കാൻ കഴിയില്ലല്ലോ. എന്റെ കുട്ടിയെ അമ്മന്റെ മുത്ത് അമ്മനെ കാത്തു നിൽക്കണമ്മ. അമ്മനെ കാത്തു നിൽക്കണം. അമ്മന്റെ മുത്ത് വരമ്മ, അമ്മ വരമ്മ, അമ്മ വരമ്മ. അമ്മന്റെ നിൽക്കണേ, അമ്മന്റെ മുത്ത് അമ്മനെ കാത്തു നിൽക്കണേ. വരമ്മ, അമ്മ വരമ്മ, അമ്മ വരമ്മ, അമ്മ ഇവിടെ കിടന്നു. അമ്മന്റെ മുത്തിന്റെ അടുത്തേക്ക് വരൂ, അമ്മന്റെ മുത്തിന്റെ അടുത്തേക്ക് വരൂ, മുത്തിന്റെ അടുത്തേക്ക് വേഗത്തിൽ വരൂ അമ്മ. നിങ്ങൾ കണ്ടോ എന്റെ പൊന്നു പ്രേക്ഷകരെ? ആ അമ്മയുടെ കരച്ചിൽ കണ്ടോ? അമ്മയുടെ സങ്കടം എത്രമാത്രം ഉണ്ടെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കി. തൊട്ടടുത്തിരുന്ന ആ കൂട്ടുകാരനാണോ അത് ബന്ധുക്കാരനാണോ അറിയത്തില്ല, അവനും കരയുന്ന കണ്ടോ? ആ പിതാവ് പിടിച്ചു നിൽക്കുകയാണ്. ഈ പറയുന്ന അമ്മയെ ആശ്വസിപ്പിക്കണമെങ്കിൽ അദ്ദേഹം പൊട്ടാൻ പാടില്ല. ആ ഒരു സങ്കടത്തിൽ അദ്ദേഹം നിൽക്കുകയാണ്.
ഏത് അവസ്ഥയിലൂടെയാണ് കുടുംബം കടന്നു പോകുന്നത്? എന്റെ പൊന്നു പ്രേക്ഷകരെ, ഇതുപോലെ വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുന്ന ഓരോരുത്തർക്കും എതിരെ കേസെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവളൊക്കെ ഏതോ പൊതുപ്രവർത്തകയാണെന്ന്, ഇവളെയൊക്കെ ജയിപ്പിച്ച് വിട്ടായിരുന്ന നാട്ടുകാർ എങ്ങനെ അനുഭവിച്ചേനെ? എന്ത് കഷ്ടമാണ് നോക്കിക്കോണേ, എന്ത് കഷ്ടമാണ് നോക്കിക്കോണേ. എന്തായാലും ഇവിടെ അറസ്റ്റ് പെട്ടെന്ന് നടക്കുമെന്ന് അറിയുന്നുണ്ടെങ്കിലും ഇവിടെ നിന്ന് നാട് വിട്ടു എന്നുള്ള ഒരു വാർത്ത കൂടി അറിയുന്നുണ്ട്. ഇവള് തിരിച്ച് ദുബായിലേക്ക് പോയി എന്നുള്ള വാർത്തയും അറിയുന്നുണ്ട്. എവിടെയൊക്കെ പോയാലും ഏതൊക്കെ കുറ്റിക്കാട്ടി കയറി നീ ഒളിച്ചാലും നിന്നെ പൊക്കും മോളെ, നിന്നെ പൊക്കും. കാരണം കേരളം മൊത്തത്തില് ഈ പറയുന്ന ദീപകിന്റെ കൂടെയാണ്. ജസ്റ്റിസ് ഫോർ ദീപക് എന്നുള്ള ഹാഷ്ടാഗ് ആണ് എല്ലാ മനുഷ്യരും ഉപയോഗിക്കുന്നത്. എന്റെ വീഡിയോ കാണുന്ന ഓരോ പ്രേക്ഷകരുമേ, നിങ്ങൾ ഓരോരുത്തരും ഹാഷ്ടാഗ് ഉപയോഗിക്കുക, വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യുക. അങ്ങനെ എല്ലാവരുടെ വീഡിയോ, എന്റെ വീഡിയോ എന്ന് മാത്രമല്ല, ഇതിനെ കുറിച്ച് പറയുന്ന എല്ലാവരുടെ വീഡിയോയും നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനുമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ ഈ പറഞ്ഞ പാവം പിടിച്ചവന് നീതി കിട്ടത്തുള്ളൂ, ആ അച്ഛനും അമ്മയ്ക്ക് നീതി കിട്ടത്തുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ ഓരോരുത്തരും മറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മസ്റ്റ് കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ.